ഇത് കണ്ടോ, ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെയുള്ള നല്ല ഭംഗിയുള്ളൊരു ലോണാണ് കേട്ടോ ഇത്. നല്ലൊരു ലോണും എന്താ പറയുക, ഒരു പില്ലർ വെച്ചിട്ടുള്ള ഒരു മണ്ഡപമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല ദോശയാണ്. അപ്പോൾ ഈ ചേട്ടനാണ് ദോശ ഉണ്ടാക്കുന്നത്. പേര് പുള്ളിക്കാരിയുടെ സ്പെഷ്യലാണ് ഈ മൈലാരി ദോശ. ഇപ്പോൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരുപാടുണ്ട്, പക്ഷെ അതിലൊന്നും പോകാതിരിക്കുക ഒറിജിനൽ വിനായക മൈലാരി തന്നെ വന്ന് കഴിക്കാൻ നോക്കുക. ഹായ്, ഹലോ, വെൽക്കം ടു ട്രാവൽ ടേൽസ്. അപ്പോൾ മൈസൂർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈസൂരിലെ 3ാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതും മൈസൂരിലൊരു സ്പെഷ്യൽ പ്ലേസിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ നമുക്കവിടെ പോയി കാണാം. പിന്നെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻസ് എന്ന് വിചാരിക്കുന്നത് ആദ്യമായിട്ട് രംഗനത്തിട്ടു പക്ഷി സങ്കേതത്തിൽ പോകണം. അത് കഴിഞ്ഞ് ശ്രീരംഗപട്ടണത്തേക്കുമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. മൈലാരി ഹോട്ടലിലാണ് കേട്ടോ. ദ ഒറിജിനൽ വിനായക മൈലാരിയിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദോശയാണ്. മൈലാരി ദോശ എന്ന് പറഞ്ഞാൽ മൈസൂരിൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇവർ വന്നിട്ട് നമുക്ക് അതുകൂടെ കഴിക്കട്ടെ. അപ്പോൾ താഴെയാണ് ഇതിൻ്റെ ഷോപ്പ്. ഒറിജിനലി താഴെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടുത്തെ ഓണർ ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞു മേളിലവർക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ കേട്ടോ ഞങ്ങൾ മേളിൽ വന്നത്. ഇപ്പോഴത്തെ മൈലാരി ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദോശ തരട്ടെ. അതൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. നമ്മുടെ മസാല ദോശ പോലെ കണ്ടാൽ ഒരു ചെറിയ മസാല ദോശയുടെ ഒരു എന്താ പറയുക, ഒരു അതുപോലെ തോന്നും, പക്ഷേ അതല്ല സാധനം. ഞാനും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട് മൈലാരി ദോശയെ പറ്റി. അപ്പോൾ നമുക്കിനി അത് കൊണ്ടുവരുമ്പോൾ നോക്കാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ദോശ എത്തിയിട്ടുണ്ട് കേട്ടോ. മൈലാരി ദോശ വിനായക സ്പെഷ്യൽ ഒറിജിനൽ വിനായക മൈലാരി ദോശ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ദോശ പോലെയാണ്. അതിൻ്റെ തിക്നെസ് കണ്ടോ, ഇത്രയും കട്ടിയുണ്ട് അതിന്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. കൂടെ കോക്കനട്ട് ചട്നി. പിന്നെ ഇതിൻ്റെ കൂടെ ബട്ടർ വെച്ചിട്ടുണ്ടായിരുന്നേ. ബട്ടർ ഇപ്പോൾ മെൽറ്റായി. ചൂട് ദോശയാണ്, ഈ ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ദോശയുടെ പ്രത്യേകത. നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാവേ. ആദ്യം മസാല കൂട്ടി കഴിക്കാം. മസാല കൂട്ടി ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. ഇതൊരു മസാല ഫില്ലിങ് ആട്ടോ. ഇതിൽ കൂടുതലായിട്ട് നമ്മുടെ ഗരം മസാലയുടെ ആ ഒരു ഫ്ലേവറാണ് നിൽക്കുന്നത്. ദോശയും നല്ല സോഫ്റ്റ് ആട്ടോ. നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ചുമ്മാ അല്ല ഇതിന് ഇത്രയും പേര്, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള നന്നായിട്ടുണ്ട്. കൂടെ വെണ്ണയുണ്ട് കേട്ടോ. ആ വെണ്ണയും കൂട്ടി കഴിച്ചു നോക്കാം. കൊള്ളാം, ദോശ നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെ. അങ്ങനെ രണ്ടാമത്തെ ദോശ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ടർ കണ്ടോ ഉരുകാതിരിക്കുവാണ്. വെണ്ണതേ ഉരുകാതിരിപ്പുണ്ട്. നല്ല ചൂട് ദോശ. ഇത് മെൽറ്റായി പോകും കേട്ടോ. ഇനി നമുക്ക് ഉരുകാത്ത ബട്ടർ കൂട്ടി കഴിക്കാം. ഞങ്ങൾ ദോശ കഴിച്ച് ഞങ്ങൾ ഇവിടുത്തെ ഇഡ്ഡലിയും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ദോശ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ. അത് ഇഡ്ഡലി കുറച്ച് സമയത്ത് പിന്നെ ഫുൾ ദോശയാണോ. ദോശ തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. എന്നാലും ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു പ്ലേറ്റ് ഇഡ്ഡലി മേടിച്ചു. അപ്പോൾ
അപ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ, നല്ല പഞ്ഞി പോലെ ഉണ്ട്. അതിന് ബട്ടറുണ്ട്, ആ ഒരു മിക്സ് കൂട്ടുണ്ട്, ചട്നി ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ദോശയാണ് ഇഷ്ടമായത്. ഇഡ്ഡലി നല്ലതാണ്, ഒരുപാട് നല്ലതാണ്. പക്ഷെ ദോശ തന്നെയാണ്, ദോശയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ரொம்ப கேள்விப்பட்டிருக்கு மைலாரி தோசையை பற்றி. ரொம்ப நல்லா இருக்கு கேട്ടോ ஃபுட்டு. കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ വളരെ നല്ല ദോശയാണ്. അപ്പോൾ ഈ ചേട്ടനാണ് ദോശ ഉണ്ടാക്കുന്നത്. പേര് ആനന്ദ്. Sweet and idli and dosa. നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ദോശ. ഇനിയാണ് അതിലേക്ക് മസാല ഫിൽ ചെയ്യുന്നത്. ഇത് ഹോട്ടൽ എത്ര വർഷമായി എത്തിയത്? ഹോട്ടൽ Madam 80 years. 80 years. Above 80 years. 22 ke 81 years. Oh, 22 ൽ 81 years. Grandmother. ഇവங்களோட grandmother opening. அந்த அக்கா இப்போ ஓனர் தான் கீழே இருக்கு. ഓക്കെ. അപ്പോൾ താഴെ ഇപ്പം നമ്മളൊരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഗ്രാൻഡ് മദറാണ് ഈ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പുള്ളിക്കാരിയുടെ സ്പെഷ്യലാണ് ഈ മൈലാരി ദോശ. ഇപ്പോൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരുപാടുണ്ട്. പക്ഷെ അതിലൊന്നും പോകാതിരിക്കുക ഒറിജിനൽ വിനായക മൈലാരി തന്നെ വന്ന് കഴിക്കാൻ നോക്കുക കേട്ടോ. അത് തന്നെയാണ് ഓതൻറ്റിക് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്ന കാണാം കേട്ടോ. മസാല ഓണിയൻ മസാല. ഓണിയൻ മസാല. ഇതിൽ ക്യാരറ്റ് ഇല്ലേ? ക്യാരറ്റ്, ഓണിയൻ, ക്യാരറ്റ്, ബീൻസ്, ഓണിയൻ, കോക്കനട്ട് സാൾട്ട്, പാൽ, മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാലും ചേർക്കുമെന്നതാണ് കേട്ടോ. കേട്ടോ ഇതിലേക്ക് ഓക്കെ. ഇതാണ് ഒറിജിനൽ മൈലാരി ദോശ. ഇങ്ങനെയാണ് ചൂടായിട്ട് കഴിക്കാൻ വന്നവരിലേക്ക് എത്തുന്ന ഒരു ദോശ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് രംഗനത്ത് ടു ബേർഡ് സാങ്ച്വറിയുടെ എൻട്രൻസ് ഗേറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻട്രൻസ് മീൻസ് അതിന്റെ ഒരു ആർച്ചാണ്. ഇവിടെ നിന്ന് ഇച്ചിരി ദൂരം ഉള്ളിലേക്ക് പോകണം. മൈസൂർ ടൗണിൽ നിന്നും 18 കിലോമീറ്റർ ആട്ടോ ഇങ്ങോട്ടുള്ള ദൂരം, അതായത് ഈ പക്ഷി സങ്കേതത്തിലോട്ടുള്ള ദൂരം. അപ്പോൾ ഞങ്ങളിത് അതിന്റെ എൻട്രൻസ് ഗേറ്റ് ആ ഒരു ആർച്ചിന് മുന്നിൽ എത്തിയിട്ടുണ്ട്.